പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധി നാൾക്കുനാൾ വർദ്ധിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. IMF, ലോകബാങ്ക് എന്നിവരിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിച്ചിട്ടും തിരിച്ചു വരാൻ കഴിയാത്ത അത്രയും മോശം അവസ്ഥയിലാണ് അവരുടെ സമ്പദ് വ്യവസ്ഥ. റിപ്പോർട്ടുകൾ പ്രകാരം 2025 ജൂണിൽ രാജ്യത്തിന്റെ മൊത്തം പൊതുകടം 80.6 ട്രില്യൺ രൂപ, അതായത് ഏകദേശം $287 ബില്യൺ ആയെന്നാണ് വിവരം. ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ 13% കൂടുതലാണ്. പാകിസ്ഥാൻ ധനമന്ത്രാലയം പുറത്തിറക്കിയ ഔദ്യോഗിക ഡാറ്റയിലാണ് ഈ വിവരങ്ങളെല്ലാം ഉള്ളത്. പാകിസ്ഥാന്റെ ആഭ്യന്തര കടം തന്നെ 54.5 ട്രില്യൺ രൂപയാണെന്നും ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇത് വാർഷികാടിസ്ഥാനത്തിൽ 15% വർധനയാണ് കാണിക്കുന്നത്. പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി തീർത്തും മോശമായതോടെ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ആയിരക്കണക്കിന് വിദഗ്ധരായ പ്രൊഫഷണലുകൾ രാജ്യം വിട്ട് പോയെന്നാണ് റിപ്പോർട്ട്. തകർന്ന സാമ്പത്തിക സ്ഥിതി മാത്രമല്ല, രാഷ്ട്രീയ അസ്ഥിരതയും ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ പുറത്തുവന്ന സർക്കാർ രേഖകൾ പ്രകാരം 5000 ഡോക്ടർമാർ, 11,000 എഞ്ചിനീയർമാർ, 13,000 അക്കൗണ്ടന്റുകൾ എന്നിവരും രാജ്യം വിട്ടു പോയിട്ടുണ്ട്. ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ ആൻഡ് ഓവർസീസ് എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് പ്രകാരം 2024 7,27,380 പാകിസ്ഥാനികളാണ് വിദേശത്തുള്ള ജോലിക്കായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ വർഷം നവംബർ വരെ 6,87,247 ആളുകളും ആ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ പാകിസ്ഥാനിലെ സാധാരണ തൊഴിലാളികളായിരുന്നു ഗൾഫിലേക്ക് കൂലിപ്പണിക്കായി പോയിരുന്നത്. അവർ റോഡ് പണികൾക്കോ അല്ലെങ്കിൽ കഠിനമായ മറ്റു പണികൾക്കോ ആയിരുന്നു പോയത്. അങ്ങനെ ജോലി ചെയ്ത് കുറച്ച് പണം ഉണ്ടാക്കിയ ശേഷം ഗൾഫ് നാടുകളിൽ ലൈസൻസ് എടുത്ത് ഡ്രൈവർമാരായി ജോലി ചെയ്യും. ഒടുവിൽ അവർ നാട്ടിലേക്ക് തന്നെ തിരികെ എത്തുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ പ്രൊഫഷണലായ ആളുകളും രാജ്യം വിടുന്നു എന്നതാണ് പാകിസ്ഥാനിൽ ആശങ്ക ഉയർത്തുന്നത്. 2011 നും 2024 ഇടയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള നഴ്സുമാരുടെ കുടിയേറ്റം 2144% വർദ്ധിച്ചത്. ഈ വർഷവും ഇതേ ട്രെൻഡ് തന്നെ തുടരുകയാണ്. നിലവിലുള്ള റിപ്പോർട്ട് പ്രകാരം ഇതിൽ ഡോക്ടർമാരുടെയും എഞ്ചിനീയർമാരുടെയും എണ്ണം കൂടിയത് സമൂഹ മാധ്യമങ്ങളിലടക്കം പരിഹാസത്തിനും വിമർശനത്തിനും കൂടെ കാരണമാകുന്നുണ്ട്. ഇത് മാത്രമല്ല, നിരവധി വികസിത രാജ്യങ്ങളിൽ പാകിസ്ഥാനികൾക്ക് ഇപ്പോൾ ജോലി ലഭിക്കുന്നില്ല എന്നതും പ്രശ്നമാണ്. പല രാജ്യങ്ങളും ഇവർക്ക് ട്രാവൽ ബാൻ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ പാകിസ്ഥാൻ പ്രതിരോധ മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ കൊല്ലപ്പെടുമെന്നൊരു വാർത്തയും ഇപ്പോൾ പ്രചരിക്കുന്നു. ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പിന്തുണച്ച് ഇംഗ്ലണ്ടിലെ ബ്രാഡ്ഫോർഡിൽ നടന്ന റാലിക്കിടെയായിരുന്നു ഈ വിവാദ പരാമർശമുണ്ടായത്. അസീം മുനീർ ഒരു കാർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുമെന്നാണ് ഒരു സ്ത്രീ പറഞ്ഞത്. ഇമ്രാൻഖാന്റെ PTI പാർട്ടിയുടെ UK ഘടകം ഈ വീഡിയോ Xൽ പങ്കുവച്ചിരുന്നെങ്കിലും പിന്നീട് അവർ അത് പിൻവലിച്ചു. കാർ ബോംബ് ആക്രമണത്തെക്കുറിച്ചുള്ള പരാമർശം എല്ലാ രാഷ്ട്രീയ മര്യാദകളും ലംഘിക്കുന്നുവെന്നും സൈന്യത്തിനെതിരെ ശത്രുത വളർത്താൻ ശ്രമിക്കുന്നുവെന്നും പാകിസ്ഥാന്റെ ആഭ്യന്തര സഹമന്ത്രി തലാൽ ചൗധരി പ്രതികരിച്ചിട്ടുമുണ്ട്.